ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജുമോൾസ് വേൾഡ്. ഇന്ന് നമുക്ക് Howarthea Cooperi എങ്ങനെ റീപോർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇത് എൻ്റെ Howarthea Cooperi. ഇത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിന് ഒത്തിരി പുതിയ ഷൂട്ട്സും വന്നിട്ടുണ്ട്. നമുക്കതിനെ എങ്ങനെ റീപോർട്ട് ചെയ്യാമെന്ന് നോക്കാം. വേരൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ തൈകൾ ഇങ്ങനെ നമുക്ക് ചുവട്ടിൽ നിന്നും വേർപ്പെടുത്തി എടുക്കാവുന്നതാണ്. ഇതിനോട് 2 വേരുമുണ്ട്. ഒരു തൈ മാത്രമാണ് ഞാൻ മേടിച്ചിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നും എത്രയേറെ തൈകളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കി. പുറത്ത് നല്ല വെയിലുണ്ടെങ്കിലും തണുപ്പുമുണ്ട്, കാറ്റുമുണ്ട്. ഇതായിരുന്നു മദർ പ്ലാന്റ്. ഇതിനെ നമുക്ക് ആദ്യം റീപോർട്ട് ചെയ്യാം. അതിനായി ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതാണ്. മണലും കോക്കോപീറ്റും പെർലൈറ്റും കുറച്ച് കമ്പോസ്റ്റ് കുറച്ച് മതി. കാരണം ഇതിന് നന്നായിട്ട് വെൽ ഡ്രെയിൻഡ് സോയിലാണ് വേണ്ടത്. ഇതിനകത്ത് വെള്ളം അധികം നിൽക്കരുത്. അതുകൊണ്ടാണ് സാൻഡിലിട്ടും അധികം വെള്ളം നിൽക്കുകയില്ല. സാൻഡിലൂടെ വെള്ളം ഊർന്നു പൊക്കോളും. പെർലൈറ്റും അതിനു വേണ്ടിയാണ്. കോക്കോപീറ്റ് ഇതിനകത്ത് ഈർപ്പം നിലനിർത്താനും. അപ്പം നമുക്ക് ആദ്യം മദർ പ്ലാന്റിനെ റീപോർട്ട് ചെയ്യാം. മദർ പ്ലാന്റിനെ റീപോർട്ട് ചെയ്യുന്നതിനായിട്ട് ഇത് നിറയെ നമ്മൾ ഈ മിക്സ് എടുത്തു. ഇതിന് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഡാമേജ് വരും പെട്ടെന്ന് തന്നെ. ഇത് നമ്മൾ സൺലൈറ്റിലൊക്കെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ തിളങ്ങുന്നതായി കാണാം നന്നായിട്ട്. ഒരു അരികിലേക്ക് ചെരിച്ച് പിടിച്ചിട്ട് നമുക്ക് ഓരോ വശത്തേക്കും ഇനി മണ്ണ് നിറയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ചുവട്ടിലൂടെ ഗ്രാവൽസ് നിറയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഇലകൾ മണ്ണിൽ കൊള്ളാതിരിക്കും. മണ്ണിൽ ഇലകൾ തട്ടിയാൽ ആ ഇലകൾ ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ കൂടെ ഗ്രാവൽ നിറയ്ക്കാം. ഈ ഗ്രാവൽ ഇട്ട് കഴിയുമ്പോൾ കാണാനും ഒരു ഭംഗിയുണ്ട്, നല്ലൊരു വൃത്തിയുണ്ട്. ഗ്രാവൽ ഇട്ട് കഴിയുമ്പോൾ പ്രത്യേകിച്ച് വീടിനുള്ളിലൊക്കെ വയ്ക്കുമ്പോൾ ഗ്രാവലിൽ കൂടി ഇട്ട് കാണുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞ് തൈകളും നമുക്ക് നടാവുന്നതാണ്. അതിന് ചെറിയ പോട്ട്സ് മതി. വലുതാകുമ്പോൾ നമുക്ക് റീപോർട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ തൈ നടാം. അപ്പോൾ ഞാൻ എല്ലാം റീപോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മദർ പ്ലാന്റ് ഓൾറെഡി റീപോർട്ട് ചെയ്തു. പിന്നെ കുഞ്ഞു തൈകൾ 5 പോട്ടിലായിട്ട് റീപോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ചെറിയ തൈകൾ എല്ലാം കൂടി ഒരു ട്രേയിൽ റീപോർട്ട് ചെയ്തു. ഇലകൾ നമുക്ക് വളരുമോ എന്ന് നോക്കാം. ഇലകളിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഇലകൾ ചുവടോടുകൂടിയല്ല പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഉണ്ടാകുമെന്ന് അറിയില്ല. ഒരു പരീക്ഷണം പോലെ ഇതും ഞാൻ വെക്കുകയാണ്. Howarthea എന്ന് പറയുമ്പോൾ ഇതൊരു സക്കുലന്റ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനധികം വെള്ളം വേണ്ട. ഓവർ വാട്ടറിങ് ചെയ്തു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. പക്ഷേ നല്ല ഭംഗിയാണ്. ഈസി ടു മെയിൻറ്റെയിൻ പ്ലാന്റ് ആണ്. എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ എൻ്റെ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.